യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി തിരുസഭയിൽ ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാൾ ആചരിക്കുകയാണ്. തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് യേശു രൂപാന്തരപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുന്നത്. 3 പ്രത്യേകതകൾ അവിടെ സംഭവിക്കുകയാണ്. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. ദൈവമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: മോശ ദൈവവുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അഹ്റോനും ഇസ്രായേൽ ജനവും കാണുകയാണ് മോശയുടെ മുഖം പ്രശോഭിക്കുന്നതായിട്ട്. മോശയുടെ മുഖത്ത് വലിയ മാറ്റം സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശമുള്ളതായിട്ട് മാറും. രണ്ടാമതായിട്ട് ഈശോയുടെ വസ്ത്രത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈശോയുടെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രതീകമാണ്. ഏറെക്കുറെയൊക്കെ നമുക്ക് ഒരു വ്യക്തിയുടെ വസ്ത്രധാരണം കണ്ട അദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ ഏറെക്കുറെ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും വ്യത്യാസം വരും. കർത്താവ് പറയുന്നില്ല, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ, സ്വഭാവത്തിൽ വ്യത്യാസം വരണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും. നന്നായി പെരുമാറാൻ ആ വ്യക്തിക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ മാറ്റമാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. മൂന്നാമതായിട്ട് ശിഷ്യന്മാർ കാണുകയാണ് മോശയും ഏലിയായും കർത്താവിനോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് കാണപ്പെട്ടു. ഒരു സ്വർഗീയമായ ദർശനം സ്ലീഹന്മാർ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ ദർശനങ്ങൾ നമുക്ക് ലഭിക്കും. ആഴത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദർശനങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ടാൽ മാത്രം പോരാ, അതിനപ്പുറം ദൈവികമായ കാഴ്ചകൾ, ആത്മീയമായ ദർശനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ ഈ രൂപാന്തരീകരണ തിരുനാൾ ദിനം ഈ 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ആഴത്തിൽ പ്രാർത്ഥിക്കുക, അപ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും, നമ്മുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം സംഭവിക്കും. അതുപോലെ തന്നെ ദൈവികമായ ദർശനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങളെ പൂർണ്ണമായിട്ട് നിനക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി തിരുനാൾ ദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരതിനായി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.